കട്വ വിവിംഗ് സ്റ്റൈൽ ബനാറസി സാരീസിനകത്ത് ബനാറസി വാരണാസിയിൽ നമ്മൾ ഹാൻഡ്ലൂമിൽ ചെയ്തെടുത്തേക്കുന്ന സാരീസ് ആൻഡ് ടസർ ഗീച്ചയിലാണ് വന്നിരിക്കുന്നത്. ആൻറ്റിൽ ഗോൾഡൻ സെറി, വെരി ബ്യൂട്ടിഫുൾ ട്രഡീഷണൽ കോമ്പിനേഷൻ. ഭംഗിയുള്ള ഒരു മസ്റ്റേർഡ് യെല്ലോയുടെ കൂടെ ഗോൾഡൻ യെല്ലോയുടെ കൂടെ നല്ല ഭംഗിയുള്ള ഡാർക്ക് ഡീപ് ബോട്ടിൽ ഗ്രീൻ്റെ കോമ്പിനേഷൻ. ബ്ലൗസ് നമുക്ക് കോൺട്രാസ്റ്റിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. And the Banarasi border is also way too pretty എന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതിന്റെ ഒരു ലുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു സിഗ്സാഗ് പാറ്റേൺ ഇന്നർ എഡ്ജിൽ വരുന്നുണ്ട്, ഫ്ലോറൽ ഡിസൈൻ ആൻഡ് അഗൈൻ തിക്ലി വൂവൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സിഗ്സാഗ് പാറ്റേൺ, എഡ്ജിലായിട്ട് കുഞ്ഞു ഫ്ലോറൽ ഡിസൈൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫുൾ വീവിംഗ് ഹാൻഡ്ലൂമിൽ ചെയ്തേക്കുന്ന സാരിയാണ്. നമുക്ക് ആ ഒരു ബോഡിയിൽ വന്നിരിക്കുന്ന ഫ്ലോറൽ മോട്ടീഫ് അതൊരു ലോട്ടസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള മോട്ടീഫാണ്. നമ്മൾ അതിന്റെ റിവേഴ്സ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും വി കെൻ സീ ഇറ്റ്സ് ഹാൻഡ് വോവൺ, ലൂസ് എൻഡ് ആയിട്ട് കാണത്തില്ല, യാൺസ് കട്ട് ചെയ്ത് കാണത്തില്ല. ആൻഡ് ഷോർട്ട് ബനാറസി പല്ലുവാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ആകുമ്പത്തും ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഇത് ഭയങ്കര ഭംഗിയിലാണ് നിൽക്കുന്നത്. ആൻഡ് ദ ടെക്സ്ചർ ഓഫ് ദി ടസർ ഗീച്ച ഇസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. നമ്മള് ഓരോ ഫാബ്രിക്സിലാണെങ്കിൽ നമുക്ക് പല പല ക്വാളിറ്റീസിനകത്ത് കിട്ടാറുണ്ട്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ആ ഒരു ഇതിന്റെ ടെക്സ്ചർ നോക്കുമ്പോഴത്തേക്ക് വി കെൻ സി ഇറ്റ്സ് വെരി ഹൈ ക്വാളിറ്റി ആൻഡ് ഇറ്റ്സ് പ്യുവർ ഗീച്ച ടസർ വിത്ത് ആ ഒരു ഹാൻഡ് വോൺ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വേറൊരു ഡീറ്റെയിലും കൂടെ വരുന്നുണ്ട്. ഇതിന്റെ ആ ഒരു ഡൈയിങ് പ്രോസസ്. ഇതിന് ലോക്കലൈറ്റ്സ് തന്നെ ഡ്രസ് കാർട്ട് എന്നാണ് പറയുന്നത്. ബോഡി ഒരു ഷെയ്ഡിൽ ഡൈ ചെയ്തെടുത്തിട്ട് ഈ ഒരു പോർഷൻ മാത്രം റെസിസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഡൈ വരാറുണ്ട്. പിന്നെയാണ് ഈ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് അതിനകത്ത് സ്പഞ്ച് ചെയ്തെടുക്കുന്ന പോലത്തെ ഒരു പ്രോസസ്സ് വെച്ചിട്ട് ഡൈ ചെയ്തെടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 15,999 ആണ്. YNG 308 എന്ന കോഡിലാണ് ഇരിക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, അതിനകത്ത് ഒരുപാട് ഈ ഒരു റേഞ്ചിൽ നമ്മൾ ഒരുപാട് ലുക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഭയങ്കര രസമാണ്. ഡെഫിനറ്റ് ആയിട്ട് മിസ് ഔട്ട് ചെയ്യാതെ എല്ലാം ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. കട്വ വിവിംഗ് സ്റ്റൈൽ ബനാറസി സാരീസിനകത്ത് ബനാറസി വാരണാസിയിൽ നമ്മൾ ഹാൻഡ്ലൂമിൽ ചെയ്തെടുത്തേക്കുന്ന സാരീസ് ആൻഡ് ടസർ ഗീച്ചയിലാണ് വന്നിരിക്കുന്നത്. ആൻറ്റിൽ ഗോൾഡൻ സെറി, വെരി ബ്യൂട്ടിഫുൾ ട്രഡീഷണൽ കോമ്പിനേഷൻ. ഭംഗിയുള്ള ഒരു മസ്റ്റേർഡ് യെല്ലോയുടെ കൂടെ ഗോൾഡൻ യെല്ലോയുടെ കൂടെ നല്ല ഭംഗിയുള്ള ഡാർക്ക് ഡീപ് ബോട്ടിൽ ഗ്രീൻ്റെ കോമ്പിനേഷൻ. ബ്ലൗസ് നമുക്ക് കോൺട്രാസ്റ്റിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ദ ബനാറസി ബോർഡർ ഇസ് ഓൾസോ way too pretty എന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതിന്റെ ഒരു ലുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു സിഗ്സാഗ് പാറ്റേൺ ഇന്നർ എഡ്ജിൽ വരുന്നുണ്ട്, ഫ്ലോറൽ ഡിസൈൻ ആൻഡ് അഗൈൻ തിക്ലി വൂവൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സിഗ്സാഗ് പാറ്റേൺ, എഡ്ജിലായിട്ട് കുഞ്ഞു ഫ്ലോറൽ ഡിസൈൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫുൾ വീവിംഗ് ഹാൻഡ്ലൂമിൽ ചെയ്തേക്കുന്ന സാരിയാണ്. നമുക്ക് ആ ഒരു ബോഡിയിൽ വന്നിരിക്കുന്ന ഫ്ലോറൽ മോട്ടീഫ് അതൊരു ലോട്ടസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള മോട്ടീഫാണ്. നമ്മൾ അതിന്റെ റിവേഴ്സ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും വി കെൻ സീ ഇറ്റ്സ് ഹാൻഡ് വോവൺ, ലൂസ് എൻഡ് ആയിട്ട് കാണത്തില്ല, യാൺസ് കട്ട് ചെയ്ത് കാണത്തില്ല. ആൻഡ് ഷോർട്ട് ബനാറസി പല്ലുവാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ആകുമ്പത്തും ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഇത് ഭയങ്കര ഭംഗിയിലാണ് നിൽക്കുന്നത്. ആൻഡ് ദ ടെക്സ്ചർ ഓഫ് ദി ടസർ ഗീച്ച ഇസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. നമ്മള് ഓരോ ഫാബ്രിക്സിലാണെങ്കിൽ നമുക്ക് പല പല ക്വാളിറ്റീസിനകത്ത് കിട്ടാറുണ്ട്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ആ ഒരു ഇതിന്റെ ടെക്സ്ചർ നോക്കുമ്പോഴത്തേക്ക് വി കെൻ സി ഇറ്റ്സ് വെരി ഹൈ ക്വാളിറ്റി ആൻഡ് ഇറ്റ്സ് പ്യുവർ ഗീച്ച ടസർ വിത്ത് ആ ഒരു ഹാൻഡ് വോൺ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വേറൊരു ഡീറ്റെയിലും കൂടെ വരുന്നുണ്ട്. ഇതിന്റെ ആ ഒരു ഡൈയിങ് പ്രോസസ്. ഇതിന് ലോക്കലൈറ്റ്സ് തന്നെ ഡ്രസ് കാർട്ട് എന്നാണ് പറയുന്നത്. ബോഡി ഒരു ഷെയ്ഡിൽ ഡൈ ചെയ്തെടുത്തിട്ട് ഈ ഒരു പോർഷൻ മാത്രം റെസിസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഡൈ വരാറുണ്ട്. പിന്നെയാണ് ഈ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് അതിനകത്ത് സ്പഞ്ച് ചെയ്തെടുക്കുന്ന പോലത്തെ ഒരു പ്രോസസ്സ് വെച്ചിട്ട് ഡൈ ചെയ്തെടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 15,999 ആണ്. YNG 308 എന്ന കോഡിലാണ് ഇരിക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, അതിനകത്ത് ഒരുപാട് ഈ ഒരു റേഞ്ചിൽ നമ്മൾ ഒരുപാട് ലുക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഭയങ്കര രസമാണ്. ഡെഫിനറ്റ് ആയിട്ട് മിസ് ഔട്ട് ചെയ്യാതെ എല്ലാം ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. സീക്വൻസ് വീവിങ്ങും അതിൻ്റെ കൂടെ തന്നെ കോൺട്രാസ്റ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതും യാൺ കട്ട് വർക്ക് ഡീറ്റെയിലിങ്ങും ആയിട്ട് വന്നിട്ടുള്ള ഒരു ടസർ സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ. നമുക്ക് നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസിലാണ് എല്ലാം വന്നിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കോമ്പിനേഷൻസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. 5599 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ടോപ്പും ദുപ്പട്ടയും ടസറിലും PV ബോട്ടവുമാണ് ഇന്നത്തെ ഒരു കോമ്പിനേഷൻസിൻ്റെ അകത്ത് പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലുക്ക് ഒരു ഡാർക്ക് മെറ്റാലിക് ഗ്രീൻ ഷെയ്ഡിൻ്റെ കൂടെ നല്ലൊരു
പിങ്ക് ആണ് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. സീക്വൻസ് വീവിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് 3 പെറ്റൽ ആയിട്ട് വന്നിരിക്കുന്ന ഫ്ലോറൽ ആ ഒരു അങ്ങനത്തെ ഒരു ഫ്ലോറൽ ലുക്കുള്ള സീക്വൻസിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ ആക്ച്വലി നമുക്ക് അപ്പർ പോർഷനായിട്ടോ ലോ പോർഷനായിട്ടോ ലീവ് ചെയ്യാട്ടോ. ദാറ്റ്സ് അപ് ടു അസ് ആക്ച്വലി. ആൻഡ് ഇത് ലോ പോർഷനിലോട്ട് നോക്കിയാലും വി ഹാവ് ദിസ് ബാസ്ക്കറ്റ് വീവ് ലുക്ക്. ഒരു 4 ലൈനിൽ നമുക്ക് ഇതിനകത്ത് യാൺ കട്ട് വർക്ക്, അതിൻ്റെ കൂടെ തന്നെ ഗോൾഡൻ ല്യൂറക്സ് യാൺസ്, ഒരു കോപ്പറിഷ് ല്യൂറക്സ് യാൺസിൻ്റെ കെസിയ വീവിങ് പാറ്റേൺ ആൻഡ് ബാസ്ക്കറ്റ് വീവിങ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്കിപ്പോൾ യോക്ക് അല്ലാന്നുണ്ടെങ്കിൽ ലോ പോർഷനിലായിട്ട് വരുന്ന ഒരു ഏരിയയിലാണ് കൂടുതലായിട്ട് നമുക്ക് ആ ഒരു ക്രൗഡഡ് ആയിട്ട് ആ ഒരു ബാസ്ക്കറ്റ് വീവിങ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഒരു ലൈറ്റർ ആയിട്ടുള്ള ഒരുപാട് ഡിസ്റ്റൻസിലുള്ള ഫ്യൂ ലൈൻസ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ദുപ്പട്ടയും അതുപോലെ തന്നെയാണ് കേട്ടോ വരിക. കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സെൻറ്റർ പോർഷനിൽ കോൺട്രാസ്റ്റും ആൻസർ പോർഷനിൽ ആ ഒരു ഗ്രീൻ ടോണിലോട്ടുമാണ് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ആ ഗ്രീൻ ഷെയ്ഡുമായിട്ടാണ് വന്നിരിക്കുന്നത്, പക്ഷേ അതിനകത്ത് പിങ്കും കൂടെ ചേർന്നിട്ട് നമുക്കൊരു ബ്രൗണിഷ് ടോൺ അവിടെ വന്നിരിക്കുന്നതാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന പി വി ബോട്ടം, പിങ്ക് ഷെയ്ഡിൽ, ബ്രൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള പി വി ബോട്ടമാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ഒരു ചിക്കു ഷെയ്ഡിൻ്റെ കൂടെ ഇതാണ് എൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് ഒരു ഇലക്ട്രിക് ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ടോപ്പ്. ഇതൊക്കെ നമുക്കുണ്ടല്ലോ, ഇത് നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടസർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ദി ടോപ്പ് ആൻഡ് കോമ്പിനേഷൻ ഇസ് വെരി പ്ലസൻറ്റ് മെറ്റാലിക് ബ്ലൂ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ അല്ല. ആഞ്ചലാണ് നമുക്ക് ടോപ്പിലത്തെ കളറിൽ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ വിസിബിലിറ്റിക്ക് വേണ്ടി മാത്രമാണ് ആ പ്രൊപ്പോർഷനിൽ ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത്. ബാക്ക് പാനൽ സോളിഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഒരു ലൈറ്റ് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് പ്ലസൻറ്റ് ബ്രൈറ്റ് ഒരു ടർമറിക് യെല്ലോ കോമ്പിനേഷനാണ്. ദിസ് ഇസ് ഡബിൾ ഷെയ്ഡ് ഓറഞ്ച് ആൻഡ് യെല്ലോ, പി വി ബോട്ടം ആൻഡ് ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. ഇപ്പം നമുക്കത് വെർട്ടിക്കലായിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷെ അത് പാനൽഡായിട്ടേ വരുള്ളൂ കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. യാൺ കട്ട് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് യു ഹാവ് എ ട്രാൻസ്പെറൻസി ഓവർ ദെയർ. അപ്പം ഇത്രയും ഒരു വിട്ടിൽ നമുക്ക് ചെയ്യാം, പക്ഷെ അതിനകത്ത് ഷോർട്ട് യോഗം വരും. നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷനിൽ ചിലപ്പോൾ ഒരു പാനലൊക്കെ നമ്മളുടെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിലിംഗ് അവിടെ കൊടുക്കേണ്ടി വരും. പക്ഷെ നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും. You just have to spend a little time and plan it accordingly. ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന യെല്ലോ, ഹൽദി യെല്ലോ ഷെയ്ഡ് ടോണിലാണ് വന്നിരിക്കുന്നത്. And then we have light burgundy with peacock green. ഇത് ഡബിൾ ടോൺ വരുന്നുണ്ട് പി വി ബോട്ടത്തിന്. ടസറിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള പീക്കോക്ക് ഗ്രീൻ ടോണായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ അകത്തും ഈ കളർ ബ്ലെൻഡ് ആകുമ്പോഴത്തേക്ക് ഫീൽസ് ലൈക്ക് എ ഡിഫറെൻറ്റ് കളർ ഉള്ളത്. പക്ഷേ വി ഗെറ്റ് ലോങ് ആ ഒരു സെയിം പാലറ്റിൽ വരുമ്പോഴത്തേക്ക് നൈസ്ലി ഔട്ട്ഫിറ്റ് പുട്ട് ടുഗെദർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ. ലാസ്റ്റ് ലുക്ക് സിൽവർ ടോണിൽ വന്നിരിക്കുന്ന 3 petal sequence weaving and we have yarn cut work in this. So really nice look. 5599 range lo vannirunnathu work wear look. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ആൻഡ് ബനാറസി പാറ്റേണും ചന്തേരിയുടെ ഒരു വീവിങ് സ്റ്റൈൽ ലൈറ്റർ ആയിട്ടുള്ള ഒരു ഫീലിൽ വന്നിരിക്കുന്ന നല്ല രസമുള്ള ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ആ ഒരു കളർ പാലറ്റ് വെച്ചിട്ടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഭയങ്കര ഒരു ലൈറ്റ് ഭയങ്കര ഒരു സോബർ ഫീലിൽ വന്നിരിക്കുന്ന സാരിയാണ്. 3499 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. കംഫർട്ടബിൾ ആണ് കേട്ടോ. വെയിറ്റ് ഒന്നും അധികമായിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടൺ സാരീസിൻ്റെ ഒക്കെ പോലത്തെ ഉള്ള ഒരു വെയിറ്റ്, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് വീവിങ് ആയതുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറവാണ്. ബനാറസിയുടെ വീവിങ് സ്റ്റൈലിലാണ്, ബോഡി ഫുള്ളായിട്ട് ബ്രൊക്കേഡ് ലുക്കിൽ വന്നിട്ടുള്ള സ്റ്റൈൽ. സോ ഇറ്റ്സ് ഗോട്ട് എ ത്രെഡ് വീവിങ് സ്റ്റൈൽ. അതിനകത്തൊരു ലൈറ്റ് പേസ്റ്റൽ ഒലിവ് ടിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഗ്രീൻ ഷെയ്ഡാണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി പല്ലു. ആ ഒരു
ബോർഡർ പാറ്റേണിൽ വന്നിരിക്കുന്ന അതേ ഡിസൈൻ തന്നെ കുറച്ചും കൂടി വലുതായിട്ടുള്ള ഒരു ലുക്കിൽ കൊടുത്തേക്കുന്നത്. ബ്ലൗസ് ഈ ഒരു ലുക്കിൽ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഒരു ബോർഡർ ഡീറ്റെയിലും കൂടെ കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കുന്ന ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. JDS 103 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് വി ഹാവ് 2 more shades in this. So this has got a pink tint and a grey one. Base color off white, creamy off white ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണാം. അതിൻ്റെ പിങ്ക് ഷെയ്ഡ് കുറച്ചൊരു മോഫ് പിങ്ക് ടോണാണ്. പവലും സാരിയാണ്. ആൻഡ് നമുക്കത് ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഒരു ലുക്ക് ഇതാണ് വരുന്നത്. അപ്പോൾ ഇച്ചിരി ഒരു ട്രാൻസ്പെറൻസി എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടല്ല, ചെറുതായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇൻസൈഡ് പോർഷനിൽ ലൂപ്പ് യാൻസിനെക്കാട്ടിലും കൂടുതലായിട്ട് അതിനകത്ത് കട്ട് യാൻസാണ് വരുന്നത്. ആൻഡ് ഈ ഒരു പോർഷനിൽ ചെറുതായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ത്രെഡ് ആയതുകൊണ്ട് സ്റ്റോൺ ജ്വല്ലറി ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വലിയാനുള്ള ചാൻസസ്, അല്ലാണ്ട് വലിയ പ്രശ്നമായിട്ട് വരത്തില്ല. വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഒന്നല്ല, നമുക്കൊരു ഇൻ ബിറ്റ്വീൻ മീഡിയം വെയിറ്റിൽ വന്നിരിക്കുന്ന സാരീസാണ്. അതിൻ്റെ ഒരു ലുക്ക്. ആൻഡ് ബ്ലൗസ് വന്നിരിക്കുന്നത് അതാണ് വിത്ത് സിമ്പിൾ ബോർഡർ. അപ്പോൾ ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബോഡിയിലാണ് ഹെവി ആയിട്ടുള്ളൊരു വീവിങ് സ്റ്റൈല് വന്നിട്ടുള്ളത്. അതാണ് എൻ്റെ സെക്കൻഡ് ഷെയ്ഡ്. എനിക്കൊന്ന് ഈ കളർ എനിക്കിതാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്, ആ ഒരു ഷെയ്ഡ്. ഗ്രീനും വൈറ്റും, ഗ്രീനും പിന്നെ ഒരു ബ്ലൂവും വൈറ്റ് കോമ്പിനേഷൻസ് ഒക്കെ എനിക്ക് എപ്പോഴും കൂടുതലായിട്ട് ഒരു ചായ്വ് വരുന്ന കളർ കോമ്പിനേഷൻസ് ആണ്. സോ ദിസ് ഇസ് ഗ്രേ. പ്ലീറ്റ് എടുത്ത് കൊടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. നമുക്ക് ഈ സ്റ്റിഫർ ഫീൽഡ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, ഇപ്പോൾ 9 to 5 സർവീസ് ഇൻഡസ്ട്രി, യു ഹാവ് ടു ലുക്ക് ക്രിസ്പ് ആൻഡ് ആ ഒരു ഷീക്ക് ലുക്കിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കതങ്ങനെ അങ്ങനെ മടങ്ങി അങ്ങനെ പോകത്തില്ല, അങ്ങ് ചുളിഞ്ഞു പോകുന്ന ടൈപ്പ് വന്നതല്ല. നമുക്ക് റിങ്കിൾസ് ഒക്കെ വളരെ മിനിമമായിട്ട് ഈ സാരീസിൻ്റെ അകത്ത് വരത്തുള്ളൂ. സോ ദിസ് ഇസ് ദി ലാസ്റ്റ് ഷെയ്ഡ്. JDS 103 3499 റേഞ്ചിൽ വന്നേക്കുന്നത് നല്ലൊരു ക്ലാസി എലഗൻറ്റ് സാരിയാണ്. സോ ദിസ് ഇസ് സംതിങ് ദറ്റ് യു ക്യാൻ വെയർ ഫോർ യുവർ വർക്ക് ബിക്കോസ് ഓഫ് ദ കളേഴ്സ് ആസ് വെൽ. ദ ഹോൾ ലുക്ക് ഗിവ്സ് യു എ വെരി എലഗൻറ്റ് ആൻഡ് എസ്തെറ്റിക് ലുക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട്, അപ്പോൾ ഇതുപോലെയുള്ള പാറ്റേൺസിൽ നമുക്ക് ബ്ലൗസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ.